ടു ലെജൻസ്. നമ്മൾ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ്. ഫസ്റ്റ് ഡിസൈൻ വരുന്ന ഇതാട്ടോ. ഇതിന്റെ വർക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിങ്ങനെ കുഞ്ഞു പേളിന്റെ ഡിസൈൻ ആട്ടോ. വീനെക്കാണ്. അതിൻ്റെ അകത്ത് നമ്മൾ നോർമലി വരുന്ന സൈസ് ബീഡ്സ് വർക്ക് അല്ല. അതിന്റെ ഒരു ഭംഗി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ. ഇങ്ങനെ കുഞ്ഞായിട്ടുള്ള ബീഡ്സ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം കളറും ഒരു ഡാർക്ക് വൈൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡും ഉണ്ട്. പിന്നെ കുഞ്ഞായിട്ട് ബ്ലൂവിന്റെ കോമ്പിനേഷനും ആ ഒരു പേളിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രസമായിട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ട വരുന്നത് സെമി സിൽക്കിന്റെ മെറ്റീരിയലാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ വർക്കാണ്. അപ്പോൾ ഇത് ഏകദേശം ഫുൾ വീൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. വാഷ് ചെയ്യുന്നതിന് കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ ആട്ടോ. നമുക്കൊരു ഫംഗ്ഷൻ വരെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഐറ്റം ആണ്. പിന്നെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൽ സെയിം കളർ തന്നെ. പിന്നെ നല്ല വലിപ്പമുണ്ട്. ലെങ്ത് ഒക്കെ നന്നായിട്ട് കിട്ടുന്ന ഫാബ്രിക് ആട്ടോ. പിന്നെ നമ്പർ വരുന്നത് G142, റേറ്റ് 1190 1190. ഇങ്ങനെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലൂവിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ ആട്ടോ. ഈ കോമ്പിനേഷനും എനിക്കൊന്ന് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. കാരണം ഇടുമ്പോൾ നമുക്കൊരു ഭംഗിക്കൂല് കിട്ടുന്ന ഒരു കളറാണ്. ഇതിൽ പീകോക്ക് ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ടോപ്പിന്റെ കളർ ഡാർക്ക് നേവി ബ്ലൂവിന്റെ ഷെയ്ഡ്. മെറ്റീരിയലും നല്ല രസമാട്ടോ കാണാനായിട്ട്. ഇതിനൊരു ലൈൻ പോലെ ഒരു ജൂട്ട് ഫിനിഷ് ആണ് മെറ്റീരിയൽ. നല്ല സ്മൂത്ത് ഫാബ്രിക് ആണ്. അപ്പോൾ ഇതും നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് തയ്ക്കാൻ കിട്ടും. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു പേളിന്റെ രണ്ട് കളേഴ്സ് ചേർത്താണ് ചെയ്തേക്കുന്നത്. ഡാർക്ക് ബ്ലൂ കൊണ്ട് ലൈറ്റ് ബ്ലൂവും വെച്ചിട്ടുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് ആ ഒരു പേൾ വർക്ക് പോയിരിക്കുന്നത്. പേൾ മാത്രം ആട്ടോ. പേൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ആ വീനൊക്കെ കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനും ബോട്ടം വരുന്ന ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് G141, റേറ്റ് സെയിം തന്നെ 1190. അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീനിന്റെ കോമ്പിനേഷൻ ആട്ടോ. ഇത് ഡബിൾ ടോൺ ആയതുകൊണ്ട്, അതായത് ബ്ലൂവും ചെറിയ ഗ്രീനും കൂടെ ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കളർ വ്യത്യാസമുണ്ട്. ഇതിന്റെ ആ ത്രെഡ് കണ്ടാൽ മനസ്സിലാവും. വൺ സൈഡിലോട്ട് പോകുന്നത് ബ്ലൂ കളറാണ്, മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രീനും ആട്ടോ. അപ്പം മെയിൻ നമുക്ക് കാണുമ്പോൾ രണ്ടുകൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാണുന്നേക്കാളും കുറച്ചുകൂടെ ഗ്രീൻ ടോൺ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഇതിന്റെ ടോപ്പിന്റെ കളർ നല്ല ഡാർക്ക് ഗ്രീനിന്റെ ഷെയ്ഡ്. നല്ല രസമാട്ടോ ഡാർക്ക് ഗ്രീനിൽ ആ ഒരു പേൾ വർക്ക് കാണാനായിട്ട്. ബാക്കിയെല്ലാം സെയിം തന്നെ. ബോട്ടം ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ് തന്നെയാണ്, ഗ്രീൻ കളർ. നമ്പർ G140, റേറ്റ് 1190. അടുത്ത കോമ്പിനേഷൻ ഡാർക്ക് ഒരു മസ്റ്റേർഡ് ആൻഡ് പീച്ചിന്റെ കോമ്പിനേഷൻ ആട്ടോ. നല്ല കോമ്പിനേഷനാണ്. ഇതിലും ആ ഒരു പേൾ വർക്ക് തന്നെയാണ്. രണ്ട് കളേഴ്സും കൂടിയിട്ടുള്ള ആ ഒരു പേൾ വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ആ പേള് കാണാൻ നല്ല രസമായിട്ടോ. ആ കളർ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. കുഞ്ഞായിട്ട് പേളിന്റെ തന്നെ വർക്കുകൾ അങ്ങനെ വരുന്ന കുറവാണ്. ഇത് ഭയങ്കര രസമായിട്ട് തോന്നിക്കുന്നു. ഇതിന്റെ ദുപ്പട്ട വരുന്നതാണെങ്കിലും ആ സെയിം കോമ്പിനേഷനിൽ അതുപോലെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2.5 ലെങ്ത് ഉണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ G138, റേറ്റ് 1190. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഒരു ആഷ് കോമ്പിനേഷൻ ആട്ടോ. ഇതൊരു കോമൺ നമുക്കൊരു സ്റ്റാൻഡേർഡ് കോമ്പിനേഷൻ ആണ്. ഇട്ട് കണ്ടാൽ ഒരു ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതിൻ്റെ അകത്തും ഫുള്ളായിട്ട് പേൾ വർക്ക് തന്നെയാണ്. അതൊരു ആ ഒരു ഗ്രേ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തും ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ. ഇതിന്റെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്, ചിലതിന് കോട്ടൺ സിൽക്കും ഉണ്ട് ബോട്ടത്തിന്. നമ്പർ G139, റേറ്റ് വരുന്ന 1190 1190. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ശരിക്കുന്ന ആട്ടോ. ഇതിന്റെ പ്രിന്റ് കാണാൻ നല്ല രസമാണ്. ഇത് ഫുള്ള് ചെറിയൊരു കാന്ത ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാറ്റിക്കിന്റെ പ്രിന്റ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ കാണുന്നില്ല, ഒരു ഗ്രേയും പിന്നെ ഒരു ഓണിയൻ പിങ്ക് എല്ലാം മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ദുപ്പട്ട വരുന്നത് ആ ഒരു ഗ്രേ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാട്ടോ. ബ്ലൂ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ആ താഴത്തെ ബോർഡർ ഡിസൈൻ ഒക്കെ കാണാൻ നല്ലതാണ്. ഈ ഒരു ദുപ്പട്ടയുടെ മെറ്റീരിയൽ ആണെങ്കിൽ പോലും നോർമൽ കോട്ടണേക്കാളും കുറച്ച് ഡിഫറെന്റ്, നമുക്ക് കാഴ്ചയ്ക്കൊരു ഭംഗിക്കൂടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിന്റെ താഴെ ഇതുപോലെ ചെറുതായിട്ടൊരു ബ്ലോക്ക് പ്രിന്റ് ഗോൾഡൻ ഷെയ്ഡിലും കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയല്ല, ചെറുതായിട്ട്. പിന്നെ ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ്, ബ്ലൂ കളർ. ഫുൾ വീലിങ്ങനെ വരും. അപ്പോൾ ഇത് നല്ല റീസണബിൾ പ്രൈസിൽ വരുന്ന ഐറ്റമാണ്. ഡെയിലി യൂസിനൊക്കെ വേണ്ടി വരുന്ന ഐറ്റമാണ്. പിന്നെ നമ്പർ വരുന്നത് F646, റേറ്റ് 999 999. പിന്നെ അടുത്ത കോമ്പിനേഷൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. ഇതൊരു ഒനിയൻ പിങ്കും ലാവൻഡറുടെ മിക്സ് ആയിട്ടാണ് ഇതിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ദുപ്പട്ടയുടെ കളർ നല്ല ഒരു ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡാണ്. അപ്പോൾ ബോട്ടം വരുമ്പോൾ അതിൻ്റെ ഡാർക്ക് ആ ഒരു ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. പർപ്പിൾ മിക്സ് ആയിട്ടുള്ള വൈൻ കളർ. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പിന്നെ നമ്പർ വരുന്നത് F647, റേറ്റ് സെയിം തന്നെയാണ് 999 999. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതും നല്ല കോമ്പിനേഷൻ ആണ്. ഇതൊരു പീച്ച് കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. പിന്നെ ടോപ്പിൽ ഡാർക്ക് ഒരു ഷെയ്ഡിലുള്ള പ്രിന്റ് വരുന്നുണ്ട്. ആ ഷെയ്ഡാണ് നമുക്ക് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. എല്ലാം കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും കിട്ടും കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് F645, റേറ്റ് 999 999. ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇഷ്ടപ്പെടും. കാരണം ഗ്രീനിന്റെ തന്നെ ഒരു ലൈറ്റും ഡാർക്ക് കോമ്പിനേഷൻ ആണ്. ഇതിന്റെ ആ ഒരു എല്ലാത്തിനും അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നുണ്ട്. ദുപ്പട്ടയ്ക്ക് ഒരു ലൈറ്റ് ഷെയ്ഡും ബ്ലോക്ക് പ്രിന്റിലുള്ള ഡാർക്ക് ഷെയ്ഡാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുമാണ്. പിന്നെ എന്നാൽ ഒത്തിരി അങ്ങ് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കത്തുമില്ല. നല്ല ഭംഗിയാണ് അതിൻ്റെ. ഫുൾ വീൽ ഇങ്ങനെ വരും. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. എല്ലാം കോട്ടൺ ഫാബ്രിക് തന്നെ. സ്റ്റാർച്ച് മുക്കി വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് F648, റേറ്റ് വരുന്നത് 999 999.